ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഷിബി വ്ളോഗ്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നൊരു ഡെയിലി വ്ളോഗ് തന്നെയാണ്. അതിൽ എൻ്റെ കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഇന്നലെ കണ്ടായിരുന്നല്ലേ ഞാൻ ആ റാഗിയൊക്കെ ചേർത്തിട്ട് ഇഡ്ലിക്കും ദോശയ്ക്കും ഒക്കെ അരച്ച് വെച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇഡ്ഡലിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇഡ്ലിക്കായിട്ട് സാമ്പാറും കൂടെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഡയറ്റീഷ്യൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇഡ്ലിയുടെയും ദോശയുടെയും കൂടെ ചട്നി കഴിക്കരുത്. ചട്നി കഴിക്കുമ്പോഴത്തേലും നമുക്കൊത്തിരി ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടും. അപ്പോൾ ചട്നി കഴിക്കരുത്. പകരം വെജിറ്റബിൾസ് ഒരുപാട് ഇട്ടിട്ട് സാമ്പാർ ഉണ്ടാക്കിയിട്ട് സാമ്പാറിൽ വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കാനാണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് പരിപ്പും ഒരുമിച്ചാണ് കേട്ടോ ഞാൻ ഇട്ടേക്കുന്നത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് സാമ്പാർ പൊടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സാമ്പാർ പൊടി കിച്ചൺ ട്രഷേഴ്സിൻ്റെ സാമ്പാർ പൊടിയാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടി ഇട്ടിട്ട് ഇനി കുക്കറിൽ ഉപ്പും പുളിയും ഞാൻ ചേർത്തിട്ടില്ല. അപ്പോഴേക്കും നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ പരിപ്പും വെജിറ്റബിൾസൊക്കെ. ഇല്ലെങ്കിൽ പിന്നെ വെജിറ്റബിൾസും പരിപ്പും ശരിക്കും വേഗത്തില്ല. ഇതിൽ പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന സാമ്പാറിൽ ഞാൻ വെണ്ടയ്ക്ക ചേർക്കാറില്ല കേട്ടോ. ഞാനത് എപ്പോഴും പറയണം എന്ന് വിചാരിക്കും, പക്ഷെ ഞാൻ മറന്നു പോകാറുണ്ട്. ഞാൻ സാമ്പാറിൽ വെണ്ടയ്ക്ക ചേർക്കാറില്ല. സാമ്പാറിൽ വെണ്ടയ്ക്ക ഞാൻ എങ്ങനെയൊക്കെ ഒക്കെ ഇട്ടിരുന്നിരുന്നാലും അത് പെട്ടെന്ന് 2 ദിവസം ആകുമ്പോഴേക്കും കേടായി പോകുന്നുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ അങ്ങനെ കഴിക്കാൻ അധികം ആൾക്കാരില്ലല്ലോ, അതുകൊണ്ട് ഞാൻ സാമ്പാറിൽ വെണ്ടയ്ക്ക ഉപയോഗിക്കാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ മാവ് 2 പാത്രത്തിലായിട്ട് പകർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു പാത്രത്തിൽ അത് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇഡ്ഡലി തട്ടിലോട്ട് കോരി ഒഴിക്കുവാണേ. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ ഇഡ്ഡലി തട്ടിലോട്ട് കോരി ഒഴിക്കുന്നത് റെക്കോർഡായില്ല. ഞാൻ അപ്പോഴേക്കും വീഡിയോ ഓൺ ചെയ്യാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ 6 എണ്ണം മതി. സത്യം പറഞ്ഞാൽ എന്നോട് ഡോക്ടർ 2 എണ്ണമാണ് കഴിക്കാൻ പറഞ്ഞേക്കുന്നത്. 2 ഇഡ്ഡലി, സാമ്പാർ, പിന്നെ ഒരു മുട്ട, എഗ് വൈറ്റ് അതും കഴിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ സാഞ്ചേട്ടന് പിന്നെ ഞാൻ 2 എണ്ണം മാത്രമായിട്ട് കഴിക്കുമ്പോൾ പിന്നെ സാഞ്ചേട്ടന് വിഷമാവും. താനെന്താ ഭക്ഷണം കഴിക്കാത്ത എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ സാഞ്ചേട്ടൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഞാൻ സാഞ്ചേട്ടൻ എടുത്തതുപോലെ എനിക്ക് 3 എണ്ണം എടുത്തതാണ് കേട്ടോ. പിന്നെ ഇത് കുറച്ച് ചീര. ഇത് സാധാരണ പച്ചച്ചീര അല്ല കേട്ടോ എനിക്ക് കിട്ടിയേക്കുന്ന. ഞാൻ ലുലുന്ന് മേടിച്ചതാണ്. അത് വേറെ ഒരു പാലക് ചീര പോലത്തെ ഒരു ചീരയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. പക്ഷെ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തപ്പോഴേക്കും കുറച്ചൊരു വാടിയതുപോലെ തോന്നുന്നുണ്ട്. എന്നാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ ഈ ചീര ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോപ്പറിലിട്ട് തന്നെ കട്ട് ചെയ്യും. കൈ കൊണ്ട് അരിഞ്ഞുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഒത്തിരി സമയവും പോവും, പിന്നെ അതിന് നല്ല മടിയുമാണ്. അതുകൊണ്ട് ഞാൻ ചീര ചോപ്പറിലേക്ക് ഇട്ടു. പിന്നെ ഒരു ചെറിയ സവാളയാണ് കേട്ടോ അതിലേക്ക് ഇട്ടിരിക്കുന്നത്. പിന്നെ ഇട്ടിരിക്കുന്നത് നാടൻ മുളകാണ്. അപ്പം നാടൻ മുളക് നല്ല എരിവുണ്ടാവും, അതിന് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു 3-4 ചെറിയ കഷ്ണം വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുവാണ്. ചോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസിയാണ്. അപ്പം ഇത് വെളുപ്പിനെ ഞാനിതൊക്കെ കൂടെ ചെയ്യുവാണ് കേട്ടോ. കാരണം അതിൻ്റെ അന്നത്തെ ദിവസം രാത്രി ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. അപ്പോൾ എനിക്ക് പിന്നെ പകലൊന്ന് കിടക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ കുക്കിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് കിടന്നില്ല എന്നുണ്ടെങ്കിൽ എഴുന്നേൽക്കുമ്പോൾ പിന്നെ ഭയങ്കര ക്ഷീണമായിരിക്കും. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ചോറും അടുപ്പത്ത് വെച്ചു. അതിനുശേഷം പിന്നെ വന്നിട്ട് സാമ്പാറും കുക്കറിലാക്കി വെച്ചിട്ടുണ്ട്. ഇഡ്ഡലിയും ഇത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ പിന്നെ ചീര അങ്ങ് തോരൻ വെച്ച് വെക്കുവാണ് കേട്ടോ. അപ്പോൾ കടുകൊക്കെ പൊട്ടിച്ചിട്ട് ഇത് ഈ ചീര അതിലോട്ടിട്ട് കൊടുത്തു. അപ്പോൾ ഇതിനൊരു ചെറിയ ഒരു സ്റ്റിക്കി പോലെ എനിക്ക് തോന്നിയായിരുന്നു ഈ ചീര. സാധാരണ നമ്മൾ മേടിക്കുന്ന ആ ചീരയ്ക്ക് അങ്ങനെ ഉണ്ടാവില്ല. അതുകൊണ്ട് എനിക്കിത് പാലക് ചീരയാണോ എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. അപ്പോൾ അത് ചീര ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി അത് ആണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ അപ്പം ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ എപ്പോഴും കുക്കിംഗ് ചെയ്യുമ്പോൾ കഴിവതും എനിക്കൊരു ഇച്ചിരി ആരോഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ രാവിലെ എല്ലാം ഒരുമിച്ച് തീർത്ത് വയ്ക്കും. പിന്നീട് അത് മാറ്റി വയ്ക്കുമ്പോഴേക്കും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് അതങ്ങ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്ത് കണ്ടോ ഒരു മെഴുകുതിരി ഇങ്ങനെ ഞാൻ കത്തിച്ച് വെച്ചിരിക്കുന്നത്. അത് സെൻറ്റഡ് ക്യാൻഡിലാണേ. അപ്പോൾ നമ്മൾ ഈ കുക്ക് ചെയ്യുമ്പോഴത്തേൽ
ഒത്തിരി ഈ പുകയും മണവും ഒക്കെ വരത്തില്ലേ. നമ്മൾ പ്രത്യേകിച്ചും ഈ മീൻ വറുക്കുമ്പോഴൊക്കെ ആ സമയത്ത് ഇതുപോലെ ഒരു മെഴുകുതിരി, ഇപ്പം സെൻട്രൽ ക്യാൻഡിൽ വേണമെന്നില്ല, അല്ലാതെ ഒരു മെഴുകുതിരി അടുത്ത് കത്തിച്ച് വെച്ചിരുന്നിരുന്നാലും ആ മീനിൻ്റെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ, വല്ലാത്ത സ്മെല്ല്, വറുത്ത് കഴിയുമ്പോഴത്തേൽ അടുക്കളയ്ക്കകത്ത് തിങ്ങി നിൽക്കുന്ന ആ ഒരു സ്മെല്ല് ഈ മെഴുകുതിരി വലിച്ചെടുക്കും കേട്ടോ. അപ്പോൾ അടുക്കളയ്ക്കകത്ത് ഒട്ടും സ്മെല്ലുണ്ടാവത്തില്ല. അപ്പം നിങ്ങൾക്ക് അത് അറിയാവുന്നവരുണ്ടാവുമായിരിക്കും, അറിഞ്ഞൂടാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇപ്പം ദേ ഇഡ്ഡലിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇഡ്ഡലി നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആയിട്ടാണ് വന്നത് കണ്ടോ. അതുകൊണ്ടാണ് ഞാനതങ്ങ് ഓപ്പൺ ചെയ്ത് അത് ഇങ്ങനെ പൊട്ടിച്ച് കാണിച്ചത്. ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റും ആയിരുന്നു, നല്ല ടേസ്റ്റിയും ആയിരുന്നു കേട്ടോ ഇഡ്ഡലി. അപ്പം നിങ്ങൾ ചെയ്തിട്ടില്ലാത്തവർ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. കുട്ടികൾക്കായിരുന്നിരുന്നാലും എപ്പോഴും നമ്മൾ ഒരേപോലെ ഉണ്ടാക്കി കൊടുക്കുന്ന, ഇപ്പം കുട്ടികൾക്ക് മാത്രമല്ല വീട്ടിലുള്ളവരായിരുന്നാലും എന്നും നമ്മൾ അരിയും ഉഴുന്നും അരച്ചിട്ടല്ലേ ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം ഇങ്ങനെ ഒന്ന് മാറ്റി ഒന്ന് ചെയ്ത് നോക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും, നമുക്ക് ഒത്തിരി പ്രോട്ടീനും ഫൈബറൊക്കെ നമ്മുടെ ഉള്ളിൽ ചെല്ലുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോഴേക്കും ചീരയിൽ ഞാൻ കുറച്ച് തേങ്ങയും കൂടെയൊക്കെ ആഡ് ചെയ്തിട്ട് അത് ചീര നന്നായിട്ട് വെന്തു. അപ്പോഴേക്കും അത് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇനി കുറച്ച് കടുകൊക്കെ പൊട്ടിച്ച് അതിൽ കുറച്ച് ഇതും കൂടെ മസാലാസും കൂടെ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ടിട്ട് അതിൽ മുളക് പൊടി വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് ഉലുവാപ്പൊടിയും കുറച്ച് കായപ്പൊടിയും ഇതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം അത് ആ സാമ്പാറിൻ്റെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കുക്കറിലേക്ക് ഇതിൻ്റെ റോ സ്മെല്ലൊന്ന് പോയി കഴിയുമ്പോഴേക്കും ഒന്ന് വറുത്ത് ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും നമ്മുടെ സാമ്പാറും റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും ഞാനത് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കും. കാരണം ഇതെല്ലാം മസാലയെല്ലാം കൂടി അതിലൊന്ന് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ ഇത് ചെയ്തിരുന്നിരുന്നാലും കുറച്ചൊന്ന് തിളപ്പിച്ചെടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് എൻ്റെ കയ്യിലിരുന്ന ആ സ്പാച്ചുല കൊണ്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ വേറൊരു സ്പൂൺ എടുത്തിട്ട് അതൊന്ന് ഒഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അപ്പം നമ്മൾ ഇപ്പോൾ ഞാൻ വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ സെൽഫായിട്ട് എപ്പോഴും അൺഹെൽത്തി ആയിട്ടായിരിക്കും എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ ഫുഡും കഴിക്കാതെയാണ് ഞാൻ കഴിവതും കുറയ്ക്കാൻ നോക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ് അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഒത്തിരി ശരീരത്തിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊന്നും കിട്ടാതെ വരും. അപ്പോൾ ഫുഡ് കൺട്രോൾ ചെയ്തിട്ട് തന്നെ, എന്ന് വെച്ചാൽ എല്ലാ ഫുഡും കഴിച്ച് അതിൻ്റെ അളവ് കുറച്ച് എന്തൊക്കെ കൂടുതൽ കഴിക്കാം, എന്തൊക്കെ കഴിച്ചുകൂടാന്നൊക്കെ ഡയറ്റീഷ്യൻ പറഞ്ഞു തരും. അങ്ങനെ ഡോക്ടർ തന്നെ ഒരു ഡയറ്റീഷ്യനെ പറഞ്ഞു തന്നു. അങ്ങനെ ആ ഡയറ്റീഷ്യൻ പറഞ്ഞ അനുസരിച്ചിട്ടാണ് ഞാനിപ്പോൾ പോകുന്നത്. എല്ലാം കറക്റ്റായിട്ടൊന്നും അല്ല കേട്ടോ പോകുന്നത്, ചിലപ്പം അതിൽ നിന്നൊക്കെ വിട്ടു പോകാറൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയാണ്, എല്ലാവരും അങ്ങനെ തന്നെയല്ലേ. കറക്റ്റായിട്ട് നമുക്കത് ഫോളോ ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ നമ്മുടെ സമയത്തിൻ്റെ ചിലപ്പോൾ നമുക്ക് തീരെ തളർച്ചയൊക്കെ വരുമ്പോഴത്തേലും ചിലപ്പോൾ അത് പറ്റില്ല. അപ്പോൾ സാമ്പാറിലേക്ക് ഞാൻ കുറച്ചും കൂടെ മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി കുളിച്ചു. രാവിലെ തന്നെ കുളിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു ട്രിപ്പ് തുണി ഞാൻ കഴുകി ഉണക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വേഗം മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. അടുത്ത ട്രിപ്പ് ഞാൻ ഒരു ട്രിപ്പും കൂടെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടാണ് ഇത് വന്ന് മടക്കുന്നത് കേട്ടോ. അപ്പം 2 പേരുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. തുണികളൊക്കെ ഒരുപാട് കഴുകാനും മടക്കാനും ഒക്കെ ഉണ്ടാവും. പിന്നെ തേക്കാനായിട്ട് ഞാനിതൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് മടക്കി വെക്കുന്നതാണ് കേട്ടോ. തേക്കുന്നത് ഞാൻ തേക്കില്ല, കാരണം വെച്ചാൽ എൻ്റെ കൈക്ക് പറ്റില്ല. മുമ്പൊക്കെ ഒത്തിരി തുണികൾ തേക്കുമായിരുന്നു, ഹസ്ബൻഡിൻ്റെയും എൻ്റെയും മക്കളുടെയും ഒക്കെ ഞാൻ തന്നെയായിരുന്നു തേച്ചിരുന്നത്. പക്ഷെ ഇപ്പം എൻ്റെ കൈക്ക് പറ്റാത്തതുകൊണ്ട് പുറത്ത് കൊടുത്താണ് കേട്ടോ തേപ്പിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ബീഫ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബീഫിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ പാന് ചൂടാക്കി എണ്ണ ഒഴിച്ചതിന് ശേഷം ഈ സവാളയും കറിവേപ്പില ഇട്ടിട്ടുണ്ടോ
മറന്നുപോയി എന്ന് തോന്നുന്നു കറിവേപ്പില ഇടാനായിട്ട്. അപ്പോൾ അതും കൂടെ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും ഇതെല്ലാം കൂടി ഇന്ന് വേറൊരു രീതിയിലാണ് കേട്ടോ വെക്കുന്നത്. ഓരോ ദിവസം ഓരോ രീതി നമ്മൾ മാറ്റി മാറ്റി വെക്കുമ്പോൾ കറിയുടെ ടേസ്റ്റും മാറും, നമുക്ക് മടുപ്പും തോന്നത്തില്ല. എന്നും ഒരേ ടൈപ്പ് ആകുമ്പോഴത്തേല് മടുത്തു പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഇന്ന് ഞാൻ എല്ലാം വഴറ്റുവാണ് കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് സവാള, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ചോപ്പ് ചെയ്തോ ചതച്ചോ ചേർക്കാം. എന്നിട്ട് അതിലേക്ക് ഉള്ളി പെട്ടെന്ന് ഇതാവാൻ വേണ്ടിയിട്ട്, ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ കുട്ടികളുണ്ടാവുമല്ലോ, കുക്കിംഗ് പഠിക്കുന്നവർക്ക് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. പിന്നെ അതിലേക്ക് ഞാൻ നാടൻ മുളകാണ് ഇപ്രാവശ്യം മേടിച്ചത്, അതൊരു 4-5 ഇട്ട് കൊടുത്തു. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള മസാല എന്ന് പറയുന്നത് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ പെരുംജീരകപ്പൊടി, ഗരം മസാല, ഇത്രയുമാണ് ചേർക്കുന്നത്. മുളക് പൊടി വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ബാക്കി കുരുമുളക് പൊടിയും ഈ പച്ചമുളകിൻ്റെ എരിവുമാണ് ഇതിൽ വരുന്നത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷമാണ്, ഞാൻ എപ്പോഴും പറഞ്ഞിട്ടില്ല, ഞാൻ ടൊമാറ്റോ എപ്പോഴും ലാസ്റ്റിലേ ഇടുകയുള്ളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ സവാളയും നന്നായിട്ട് വേവത്തില്ല. പിന്നെ നമ്മുടെ അതിന് ശേഷം മസാല ഇടുമ്പോഴത്തേല്, ടൊമാറ്റോ ഇട്ടതിന് ശേഷം മസാല ഇടുമ്പോഴേക്കും അതിന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് കിട്ടുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ടൊമാറ്റോ പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അത് കുറച്ചും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വയ്ക്കും. അപ്പോൾ ഇത് വേറെ ഒരു സ്പെഷ്യൽ രീതിയിൽ തന്നെ ആണ് ഇന്നത്തെ ബീഫ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇതിപ്പം നന്നായിട്ട് നമ്മുടെ ടൊമാറ്റോ ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം ഇത് കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഇതാണ് കേട്ടോ, ബീഫാണ്. പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് വെള്ളം പോയിട്ടില്ല. എന്നിട്ട് ഞാൻ പിന്നെ വേറെ വെള്ളം ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഇത് മാത്രം അതിൽ വന്ന വെള്ളം, പിന്നെ അതിലുണ്ടായിരുന്ന ആ വെള്ളത്തിൽ കൂടെ തന്നെ ഇതും കൂടെ, ഈ മസാല ഇതെല്ലാം കൂടെ വഴറ്റിയിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തിക്ക് ഗ്രേവി കിട്ടും, ഗ്രേവിയും കിട്ടും. പിന്നെ ഇതെല്ലാം ഇതാക്കി ഇടുന്നത് കൊണ്ട് എന്താ പറയുന്നത്, അതിൻ്റെ ഒരു റോ ടേസ്റ്റോ ഒന്നും വരത്തില്ല, നല്ല ടേസ്റ്റുമാണ്. പിന്നെ നമുക്ക് എളുപ്പവുമാണ്. പിന്നെ ഇത് നമ്മൾ ഇറച്ചി വേവിച്ചിട്ട് ഇതിന് ശേഷം ഇതെല്ലാം കൂടെ ചെയ്യാനായിട്ട് നിൽക്കേണ്ട കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അതും കഴിഞ്ഞിട്ട് ഞാൻ പോയി കിടന്നു കേട്ടോ. എല്ലാം ചെയ്ത് വെച്ചിട്ട് ഞാൻ പോയി കിടന്നു. വൈകിട്ടാണ് ഞാൻ ഈ എന്താ പറയുന്നത്, ബീഫ് റെഡി ആയത് വന്ന് തുറന്ന് നോക്കുന്നത്. അപ്പം നന്നായിട്ട്, എന്നിട്ടും അതിൽ വെള്ളം ഒഴിച്ചിട്ടില്ല, എന്നിട്ട് പോലും കുറച്ച് ചാറുണ്ടായിരുന്നു. പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് സവാളയൊക്കെ വഴറ്റി, കുറച്ച് കുരുമുളക് പൊടി, ഗരം മസാലയൊക്കെ ആവശ്യം തോന്നിക്കഴിഞ്ഞാൽ അതും കൂടെ ഇട്ടിട്ട് നമുക്ക് വഴറ്റി ചേർക്കാം. പക്ഷെ ഞാനിത് ഓൾറെഡി വഴറ്റി ചേർത്തതായതുകൊണ്ട് ഞാൻ പിന്നെ അതിൽ വേറെ എണ്ണ ഒഴിച്ച് വീണ്ടും ഫ്രൈ ചെയ്യാൻ നിന്നില്ല. കാരണം എണ്ണയുടെ അളവ് അത്രയും കുറയ്ക്കാമല്ലോ. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചില്ല കേട്ടോ. ഞാൻ പോയി കിടന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കൈക്ക് ഭയങ്കര വേദന, സഹിക്കാൻ പറ്റുന്നില്ല. മീൻസ് ഇപ്പം അങ്ങനെ നമ്മൾ കുറച്ച് സ്ട്രെയിൻ കൂടുതൽ വരുമ്പോഴത്തേല് എൻ്റെ കൈക്ക് ഇങ്ങനത്തെ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കൂടുതൽ പണി ചെയ്ത് കഴിയുമ്പോഴേക്കും കൈക്ക് ഭയങ്കര കഴപ്പും വേദനയും വരും. അപ്പോൾ കിടന്നിട്ട് ശരിക്കും ഉറങ്ങാനും പറ്റിയില്ല. എന്നിട്ട് എനിക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കണം എന്ന് ഉണ്ടായിരുന്നിട്ട് ഞാൻ കഴിച്ചുമില്ല. കാരണം ഈ വേദനയാകുമ്പോഴത്തേലും നമുക്ക് കഴിക്കാൻ തോന്നത്തില്ലല്ലോ, അതുകൊണ്ട്. എന്നിട്ട് ഞാനൊരു 4-5 മണിയായപ്പോഴത്തേല് ദോശ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പം ഇതും റാഗി ദോശയാണ്. അപ്പം അതും കൂടെ നിങ്ങളെ ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. നമ്മൾ സാധാരണ ദോശ കഴിക്കുന്നതിൻ്റെ ഒന്നും ടേസ്റ്റായിട്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ദോശ ചൂടുന്നതിൻ്റെ ഒപ്പം അതിൽ കുറച്ച് നെയ്യ് കഴിക്കരുതെന്നായിട്ടോ ഡയറ്റീഷ്യൻ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടും ഇങ്ങനത്തെ ദോശയൊക്കെ കഴിക്കുമ്പോഴത്തേലേ ഒരല്പം നെയ്യും കൂടെയൊക്കെ ചേർത്തിട്ട് കഴിക്കുമ്പോഴേ അതിനൊരു ടേസ്റ്റ്.
അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഡയറ്റീഷ്യൻ പറഞ്ഞത് പതുക്കെ ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ട് തന്നെയാണ് ഞാൻ. ഒരുപാട് നെയ്യൊന്നുമില്ല, ഒരു കുറച്ച് നെയ്യ്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും കൂടെ വരുമ്പോൾ ഈ റാഗി ദോശയിലൊക്കെ ഭയങ്കര ടേസ്റ്റാട്ടോ. കുട്ടികൾക്കൊക്കെ ചെയ്യുമ്പോഴത്തേലും അങ്ങനെ ചെയ്ത് കൊടുക്കുക. പിന്നെ ഡയറ്റ് ഒത്തിരി ഫോളോ ചെയ്യുന്നവർ നെയ്യ് സ്കിപ്പ് ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ 2 ദോശ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ കഴിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇപ്പം ഇതിൽ കാണിക്കുന്നത് മുഴുവൻ എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പം എന്നും ചിലപ്പോൾ ഒരുപോലെയെന്ന് തോന്നും, പക്ഷെ എൻ്റെ ഡെയിലി ലൈഫാണ് ഞാൻ കാണിക്കുന്നത്, ഡെയിലി കുക്കിങ്ങും ഡെയിലി ഉള്ള ഓരോ കാര്യങ്ങളും. അപ്പോൾ നിങ്ങൾക്കെല്ലാം വീഡിയോ ഇഷ്ടമാവുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്തേക്കുക. അതിൻ്റെ അടുത്തുള്ള ഓൾ ഓപ്ഷനും കൂടെ ഇനേബിൾ ചെയ്യുക. അപ്പം ഞാനിടുന്ന വീഡിയോസ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.